നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കുവാൻ കർത്താവ് കൃപ തന്നു. Other day we were looking in through the book of Revelation. സാധാരണ പലപ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് സംസാരിക്കുന്നത് കുറവാണ്. Generally people don't speak much from the book of Revelation. കാര്യം അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, because it's sometimes difficult to understand it. എന്നാൽ എൻ്റെ ആഗ്രഹം എല്ലാ ദൈവമക്കളും വെളിപ്പാട് പുസ്തകം നന്നായി പഠിക്കണമെന്ന്. But it's my desire that everyone studies the book of Revelation. എൻ്റെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി. Personally, it has been a blessing in my life. താൽക്കാലികമായ സന്തോഷവും അനുഗ്രഹവുമല്ല, അതിനപ്പുറത്തായിട്ട് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന അനുഗ്രഹത്തെയാണ് നാം ആഗ്രഹിക്കുന്നത്. It's not a temporary blessing that we are looking for. We are looking towards eternity with an eternal blessing. അതുകൊണ്ട് ആ നിത്യതയെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഈ പുസ്തകം വളരെ അനുഗ്രഹവും ആശ്വാസവും. So this book that reminds us of the eternity is a blessing and a source of comfort. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ വളരെയേറെ സമയം ആവശ്യമാണ്. If you go through it systematically, you need a lot of time. എന്നാൽ അതിന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് അങ്ങും ഇങ്ങും തൊട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളത്. Since we don't have that much of a time, we are looking at here and there through different passages in Revelation. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. We will look at Revelation 21 verse 9 and 10. One of the 7 angels who had the 7 bowls, 7 bowls full of the 7 last plagues came and said to me, "Come, I will show you the bride, the wife of the Lamb." And he carried me away in the spirit to a mountain great and high, and showed me the holy city, Jerusalem, coming down out of the heaven from God. 7 ബാധകളുള്ള 7 ദൂതന്മാർ, ബാധകൾ ലോകത്തിലേക്ക് അയക്കുവാൻ അധികാരമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, "വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം" എന്ന്. So here we see one of the 7 angels who had 7 bowls full of plagues, and one of them came and said, "I will show you the bride, the wife of the Lamb." ഒരു കാര്യം മാത്രമാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. I want to focus on one of those things. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി. The bride of, show you the bride, the wife of the Lamb. ദൈവത്തിന് സ്തോത്രം. സാധാരണ മണവാട്ടി എന്ന് പറയുമ്പോൾ കാന്ത എന്നോട് എടുത്ത് പറയേണ്ട കാര്യമില്ല. When you really talk about a bride, you don't have to also talk about the bridegroom with it. സാധാരണ നാം പറയാറുള്ളത് നാം കുഞ്ഞാടിന്റെ മണവാട്ടിയാണ് അഥവാ കർത്താവിന്റെ മണവാട്ടിയാണ് സഭ എന്നാണ്. Generally, church is depicted as the bride of Christ. ദൈവത്തിന്റെ കർത്താവിന്റെ മണവാട്ടിയാണ് ദൈവത്തിന്റെ സഭ. Church is the bride of Christ. ആ സഭയെയാണ് കർത്താവ് ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. And God is preparing this church. ആ സഭയുടെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. And God gave us the privilege to be part of that church, and we are thankful to the Lord for that. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന് സ്തോത്രം നാം ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. In Revelation we say the wedding of the Lamb is near, and the bride has prepared herself for that. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ വെച്ച് നടന്നു. So the wedding took place in heaven. സ്വർഗത്തിൽ വെച്ച് നടന്നതിന് ശേഷം മണവാളനും മണവാട്ടിയും കൂടെ
ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസരമുണ്ട്. And after the wedding, the bride and the groom, they come into the earth. ഈ രംഗത്തെ ദൈവത്തിന് സ്തോത്രം ഇവിടെ യോഹന്നാൻ എടുത്തു കാണിക്കുകയാണ്. And John is portraying that picture over here. മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാൻ അവസരമില്ലാത്തത് കൊണ്ട് ഈ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവും തൻ്റെ സഭയുമായി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതിനെ കാണിച്ചു തരാം എന്നാണ് ദൂതൻ യോഹന്നാനോട് പറഞ്ഞത്. In another word, the angel is telling John that I'm going to show you how the Lord will come with the church, that is his wife, into this earth. എന്നാൽ 21-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം പുതിയ യെരൂശലേമിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. In Revelation 21, it talks very clearly about the New Jerusalem. ആദ്യ ഭാഗത്ത് പുതിയ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ കുഞ്ഞാടന്റെ കാന്തയെ കുറിച്ച് പറയുന്നത്. And after talking about the New Jerusalem is where you look at the bride of Christ. അതുകൊണ്ട് നാം ഒരു കാര്യം ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം കാലാനുക്രമണിക അനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിന്റെ ക്രമം അനുസരിച്ചല്ല ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. So we have to understand this has not been written chronologically. നിത്യതയെ കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം ദൂതൻ പറയുകയാണ്, എന്നാൽ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. It first talks about eternity and then it talks about, let me show you what happens before that. കാലം കഴിഞ്ഞു, കാലം ഇനിയില്ല, സകലവും സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞതിന് ശേഷം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ സഭയെ യോഹന്നാനൊന്ന് കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് ഇവിടെ ഉള്ളത്. It's a time where there is no time. Okay, we are past time and the Lord is showing to John about what happens during that period. ഒന്നുകൂടെ പറഞ്ഞാൽ നിത്യതയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ പുറകോട്ട് വന്ന് ദൈവത്തിന് സ്തോത്രം കാന്തയെ കാണിച്ചു കൊടുക്കുകയാണ്. So eternity is first shown and he rewinds back and is showing what happens to the bride. ഇത് നടക്കുന്നത് നിത്യത ആരംഭിക്കുന്നതിന് 1000 വർഷത്തിന് പുറകിലാണ്. So this is 1000 years before the eternity. കർത്താവ് ലോകത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ സഭയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. The Lord will come and he will take the church with him. ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വരും. The Lord will come, descend into the skies. സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടും. The church will rapture from here. അങ്ങനെ കർത്താവും സഭയുമായി ഒരു 7 വർഷം സ്വർഗത്തിലായിരിക്കും. And the church will be with the Lord for 7 years in heaven. ഈ 7 വർഷം വെറുതെ ഇരിക്കുകയല്ല, നാം ഇവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകുന്ന സമയമാണത്. So this 7 years you're not idle over there. These are the 7 years where you're rewarded according to what you did on the earth. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ രംഗമാണ് അവിടെ കാണുന്നത്. And it's the judgment seat of Christ and that's what Paul portrays it. പൗലോസ് പറയുന്നത് ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, കർത്താവ് അത്രേ ഫലം കായ്ക്കുമാറാക്കുക. Paul says, I sowed the seed, Apollos watered, but it's the Lord who makes it grow. ഓരോരുത്തരും തന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച ഫലം ഉണ്ടാകും. Everyone according to their own works will get the reward. അത് സ്വർഗത്തിലാണ് നടക്കുന്നത്. And that takes place in heaven. അങ്ങനെ പ്രതിഫലം പ്രാപിച്ച ദൈവത്തിന്റെ ജനവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രംഗമാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. So the people now they have received their reward and they come back to the earth and that's the picture over here. 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വെള്ളക്കുതിരപ്പുറത്ത് ദൈവത്തിന് സ്തോത്രം ഒരുവൻ ഇറങ്ങി വരുന്നു. In chapter 19 we see someone coming on a white horse. അവന്റെ തലയിൽ അനേകം രാജമുടികളുണ്ട്. And he has a glorious hair on his head. ദൈവത്തിന് സ്തോത്രം അവന്റെ തുടയിൽ വസ്ത്രത്തിലും ഒരു പുതിയ പേര് എഴുതിയിട്ടുണ്ട്. And this is written in Revelation 19 verse 11 onwards. It says he has a name written on his thigh as well as on his head. ദൈവത്തിന് സ്തോത്രം ഇവന്
ദൈവത്തിന് സ്തോത്രം, ദൈവവചനം എന്ന് പേരുണ്ട്. His name is the Word of God. ഇതാരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. We know who that is. ദൈവം വചനമായിരിക്കുന്ന കർത്താവ് തൻ്റെ സൈന്യവുമായി ഇറങ്ങി വരുന്ന രംഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. He is the Lord who is the Word of God, comes on the earth with his army. ഇതിനെ നോക്കിക്കൊണ്ടാണ് പൗലോസ് പറയുന്നത് എബ്രായ ലേഖനത്തിൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന്. That's what we read in Hebrews. We are surrounded by such cloud of witnesses. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടത്. The Lord was ascended into heaven among his disciples. ദൈവത്തിന് സ്തോത്രം. അവൻ ഭൂമിയിൽ നിന്ന് അധികം ഉയരുന്നതിന് മുമ്പ് ഒരു മേഘം അവനെ മൂടി. And when he was ascending up, before he went too high, the clouds came and covered him. ഒന്നുകൂടി പറഞ്ഞാൽ മേഘത്തിൽ അവൻ എടുക്കപ്പെട്ടു. In another words, he was taken up in clouds. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനി അവൻ മേഘത്തിൽ മടങ്ങി വരും. And he will come back in the cloud. ആ വരവിൽ തന്റെ വിശ്വാസികൾ മാത്രം, തനിക്കായി കാത്തു നിൽക്കുന്നവർ മാത്രമേ അവനെ കാണുകയുള്ളൂ. At that time, those who are waiting for him, they will be the only ones who will see him. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവജനം എടുത്തുകൊള്ളപ്പെടുന്ന രംഗം നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം മേഘത്തിൽ എടുത്തുകൊള്ളപ്പെടുന്ന ഒരു മേഘം ഉയർന്നു പോകുന്നത് പോലെ തോന്നും. And when we look at the people getting raptured, it will look like they're going on a chariot of cloud. മേഘത്തിൽ എടുക്കപ്പെട്ടവൻ മേഘത്തിൽ മടങ്ങി വരും. The one who was taken in clouds will return in clouds. എന്നാൽ സ്വർഗത്തിൽ അവിടെ ദൈവജനത്തിന് പ്രതിഫലം നൽകുന്ന സമയമാണ്. And it's a time of giving rewards in heaven. ആ പ്രതിഫലങ്ങൾ പ്രാപിച്ച് അവർ അലങ്കൃതരായി, പ്രതിഫലങ്ങളാൽ അലങ്കൃതരായി മടങ്ങി വരും. So they will be adorned with their rewards and they will come back into the earth. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ച് ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും പറഞ്ഞു, 1000 വിശുദ്ധന്മാരുമായി അവൻ വരുന്നു എന്ന്. From Adam all the way to his 7th generation, Enoch says that with 1000 upon 1000, here comes the saints back. പഴയ നിയമ ഭക്തന്മാര് ദൈവത്തിന് സ്തോത്രം വിവിധ ഭാഗങ്ങൾ മാത്രമാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ കണ്ടത്. The Old Testament saints only saw partially here and there something about the Lord. നമുക്ക് മുഴുവനായി കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. Even us, the New Testament saints, haven't fully gotten the full picture. ഒരു ഉയർന്ന മലയിൽ നിന്നുകൊണ്ട് ഒരു പർവ്വത നിരയെ കാണുന്നത് പോലെയാണ് ദൈവവചനത്തിന്റെ കാണുവാൻ കഴിയുന്നത്. When we look at the word of God, it's as if you're standing on a peak of a mountain, then you see those big horizons, right? Multiple peaks of mountain, and you look at one thing or different at the different times. നമുക്ക് അപ്പോഴപ്പോഴാവശ്യമായിരിക്കുന്നത് കർത്താവ് അപ്പോഴപ്പോൾ തരുന്നു. What you need at that time, God gives you at that time. ഇന്ന് നമുക്ക് എന്താണ് ആവശ്യമോ അത് കർത്താവ് നമുക്ക് തരുന്നു. What you need today, God will provide for you today. നാളെ വേണ്ടത് വേറൊന്നായിരിക്കാം. Tomorrow you may need something totally different. യെശയ്യാവിന്റെ കാലത്ത് വേണ്ടതായിരുന്നില്ല യിരെമ്യാവിന്റെ കാലത്ത് വേണ്ടത്. What Isaiah needed is not what Jeremiah needed. അബ്രഹാമിന്റെ കാലത്ത് വേണ്ട ദൂതല്ലായിരുന്നു ദൈവത്തിന് സ്തോത്രം ദാവീദിന്റെ കാലത്ത് വേണ്ടത്. What the word Abraham needed is not what the word David needed. എന്നാൽ ഇതെല്ലാം ദൈവജനത്തിന് ഒരുപോലെ പ്രയോജനമുള്ളതുമാണ്. But all of this are beneficial to the Lord in the same way. അതുകൊണ്ട് നാം ഇന്ന് ദൈവവചനം പഠിക്കുന്നത് ആദാമിനോട് ദൈവം സംസാരിച്ചത് മുതൽ ഇതുവരെയും സംസാരിക്കുന്ന വിഷയങ്ങളെ ഒന്ന് ചേർത്തുകൊണ്ടാണ്. So how we are studying is we have the privilege of knowing from what Adam knew all the way till now. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ തന്നു. So we understand lot more things. എന്നാൽ ഒരു പസിൽ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നത് പോലെ ദൈവവചനം ചേർക്കേണ്ട ആ നിലയിൽ കൂട്ടിച്ചേർത്ത് വേണം നാം പഠിക്കുവാൻ. So when we study the word of God, it's as if puzzle pieces. You have to put it in the proper place, then only you will see what is behind that. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന്.
That's why Paul told Timothy, speak the word as it is, then only you can preach the proper word. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനത്തെ വിഭജിക്കേണ്ട നിലയിൽ വിഭജിച്ച് പഠിക്കണം. So when you break the word, you have to rightly divide it. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായി ശരിയായി മനസ്സിലാക്കുവാൻ കഴിയില്ല. Without rightly dividing, you will not get the full picture of the word of God. ഞാൻ മടങ്ങി വരട്ടെ. നിത്യതയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ദൂതൻ യോഹന്നാനോട് പറയുകയാണ്, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാമെന്ന്. And after showing the eternity here, the Lord is showing, the angel is showing John the bride of the Lord. യെഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായത്തിൽ ദൂതൻ യെഹെസ്കേലിനെ വിളിച്ചുകൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. Ezekiel chapter 40, the angel took Ezekiel on top of a mountain. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ആലയത്തെ കാണിച്ചു കൊടുത്തു. He showed the mountain of the Lord at that time. അവൻ തെക്കോട്ട് നോക്കി ഒരു പട്ടണം പോലെ അവൻ കണ്ടു. And he saw a big city near him. അവൻ അന്ന് ബാബിലോണിലാണ്. At that time, he was in Babylon. ബാബിലോണിൽ വസിക്കുന്ന യെഹെസ്കേലിനെ ദൈവം ദർശനത്തിൽ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. So in a vision, he is taken up to a top mountain. ഇനിയും വരുവാനുള്ള പുതിയ യെരൂശലേമിനെ അവന് കാണിച്ചു കൊടുത്തു. He was showing to the south side the new Jerusalem that will come up. ഇനി ഇപ്പോഴവിടേക്ക് പോകുവാൻ സാധ്യമല്ല. We don't have time to look at that. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. Isaiah chapter 11 talks about the millennium. കർത്താവ് രാജാവായി വരുന്നതിനെ കുറിച്ചാണ് 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. It talks about the Lord coming back as a king. അന്ന് ചെന്നായും കുഞ്ഞാടും കൂടെ ഒന്നിച്ചു മേയും. Verse 6, the wolf and the lamb will live together. സിംഹം കാള പോലെ പുല്ല് തിന്നും. The leopard and lion will lie down. The calf and the lion will eat grass. അവന്റെ പർവ്വതത്തിൽ ഒരുവനും ഒരു ദോഷവും ചെയ്യുകയില്ല. No one will do harm or destroy on the holy mountain. അങ്ങനെയുള്ള ഒരു കാലത്തെ കുറിച്ച് യെശയ്യാവിന് കാണിച്ചു കൊടുത്തു. Isaiah was shown about a time like that. ഇത് ഏത് കാലമാണ്? Which time is that? കർത്താവ് മടങ്ങി വന്നിട്ട് When Lord comes back, ഭൂമിയിൽ 1000 വർഷം വാഴും. there will be 1000-year reign. എന്നാൽ ഇതിനു മുമ്പ് നടക്കുന്ന ഒരു വലിയ യുദ്ധമുണ്ട്. But there is a big war that takes place before that. ദൈവത്തിന്റെ സ്തോത്രം, കഴിഞ്ഞ ദിവസം ഞാൻ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുവാനിടയായി. I have been talking about the reign of the Antichrist. ആ ഭരണത്തിന്റെ അന്ത്യ ഭാഗമാകുമ്പോൾ Towards the end of that, യെരൂശലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകജാതികളെല്ലാം കൂടെ ഒന്നിച്ച് കൂടി വരും. the world armies will come toward Jerusalem, aiming toward Jerusalem. യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യും. They will fight against Jerusalem. ഇസ്രായേലിന് ഒരു നിവൃത്തിയുമില്ലാത്ത നിലയിൽ നിലവിളിക്കും. And Israel will cry out to the Lord. അവർ ഗോത്രമായി കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കും. Tribe by tribe, they will cry and call out to the Lord. ഈ സമയത്ത് കർത്താവും അവന്റെ സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. At that time, the Lord and the church will descend upon the earth. ഈ സമയത്തെ യുദ്ധത്തിൽ ലോകജാതികളെ അവൻ നിഗ്രഹിക്കും. At this time, the nations will be annihilated. കഴിഞ്ഞ സന്ധ്യാസമയത്ത് ഞാൻ പറയുവാനിടയായി, അന്ന് കുതിരയുടെ കടിവാളത്തോളം രക്തം ഉയരും. The blood will flow so much up to the bridle of the horse. വെളിപ്പാട് പുസ്തകത്തിൽ സകല പക്ഷികളെയും മൃഗങ്ങളെയും അന്നത്തെ ജാതികളുടെ മാംസം തിന്നുവാൻ വിളിക്കുന്നു. At that time, the Revelation, it says it calls all the vultures and those birds to come and eat of the flesh. ദൈവത്തിന്റെ സ്തോത്രം, യെശയ്യാ പ്രവചനത്തിലും ഇത് നമുക്ക് കാണുവാൻ കഴിയും. And we see that in Isaiah. യെഹെസ്കേലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. Ezekiel talks about this. ദൈവത്തിന്റെ സ്തോത്രം, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ദൈവത്തിന്റെ സ്തോത്രം അന്ന് ഒരു വലിയ യുദ്ധം ഉണ്ടാകുകയും അനേകര് കൊല്ലപ്പെടുകയും ചെയ്യും. So this big war, it's mentioned in Revelation 14 verse 20 about the blood flowing. When you put it together, Ezekiel, Isaiah and all together, we see the picture together. അന്ന്
അവന്റെ കാൽ ഒലിവുമലമേൽ ചവിട്ടും. His feet will come and land on the Mount of Olives. ഒലിവുമല രണ്ടായി പിളർന്നു പോകും. Mount Olives will split into two. ഒരു വലിയ താഴ്വരയുണ്ടാകും. A big valley will be created. അവിടെ അവൻ യെരുശലേം എന്ന നഗരം പണിയും. And he will build the city called Jerusalem. ഈ നഗരത്തിൽ ഒരു ദേവാലയമുണ്ട്. And there will be a temple in that land. ഈ ദേവാലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് ഒഴുകും. And from that temple a river will start flowing. ആ നദി പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. And it will go towards east and towards the west. ദൈവത്തിന് സ്തോത്രം, അവിടെ ഒരു നദിയുണ്ട്. So there is a river over there. ഈ നദിയുടെ രണ്ട് സൈഡിലും ജീവവൃക്ഷമുണ്ടായിരിക്കും. This is mentioned in Revelation 22. So the both side of the river there will be a tree of life. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജാതികൾ യെരുശലേമിലേക്ക് കർത്താവിന് കാഴ്ചയുമായി വരും. And all the people of the world, they will come with the gifts to the Lord. ഏതെങ്കിലും ഒരു ജാതി വരാതിരുന്നാൽ അവർക്ക് മഴയുണ്ടാകുകയില്ല. Any tribe or any nation that doesn't come there, the rain will be stopped for them. അവിടെ വിസ്തരിക്കുകയും വേണ്ട, വിധിക്കുകയും വേണ്ട. So you don't have to describe anything or judge anything. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ന്യായവിധി അതുപോലെ നടന്നുകൊണ്ടിരിക്കും. Such judgment of the Lord will keep happening. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ രാജ്യം ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം സാത്താനെ അവൻ ബന്ധിച്ച് 1000 ആണ്ടേക്ക് ബന്ധിച്ചിരിക്കും. So right before that, the Satan will be put in chain and put in a prison. കള്ളപ്രവാചകരെയും അന്തിക്രിസ്തുവിനെയും നിത്യാഗ്നിയിലേക്ക് തള്ളിയിട്ടിരിക്കും. The Antichrist and the false prophet will be pushed into eternal fire. അതുകൊണ്ട് സാത്താന്റെ പ്രവർത്തനം 1000 ആണ്ട് വാഴ്ചയിൽ ശക്തിപ്പെടുകയില്ല, പ്രവർത്തിക്കാൻ അവന് കഴിയുകയില്ല. So in this 1000-year reign, Satan has no power. He cannot do anything. ആരെയും വഞ്ചിക്കുവാൻ അവന് കഴിയുകയില്ല. He cannot deceive anyone. അതുകൊണ്ട് അവർ ദൈവത്തെ അന്വേഷിക്കുവാനിടയായി. So they will start seeking the Lord at this time. ആ കാലത്ത് യഹൂദജാതി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിലെല്ലാം സഞ്ചരിക്കും. At that time, the Jewish people will go around and speak about the gospel. ദൈവത്തിന്റെ സഭ കർത്താവിനോട് കൂടെ ആയിരിക്കും. And the church will be with the Lord. അന്ന് കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കുന്ന വിവിധ വിഭാഗങ്ങളുണ്ട്. And with the Lord there will be multiple divisions. അതിലൊന്നാണ് 144,000 വിശുദ്ധന്മാർ. The 144,000 saints are one of those groups. മഹോപദ്രവത്തിൽ കൊല്ലപ്പെടുന്ന എണ്ണമില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിരിക്കും. There will be countless people who will be murdered or killed during the tribulation. ഹാബേൽ മുതൽ ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ വരവ് വരെയുള്ള സകല വിശുദ്ധന്മാരും അതിലുണ്ടായിരിക്കും. Every saint from Abel all the way till the coming of the Lord will be part of that. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ലോകം നിറഞ്ഞിരിക്കും. The glory of the Lord will cover the earth as the waters cover the sea. ലോകം ആഗ്രഹിക്കുന്ന ഒരു സമാധാന രാഷ്ട്രം അന്നുണ്ടാകും. A peaceful country will be born that time. ഈ അവസ്ഥയായിരുന്നു ആദാമ്യ കാലത്തുണ്ടായിരുന്നത്. A similar situation in the time of Adam. ദൈവം ആദാമിനെ സൃഷ്ടിച്ചാക്കിയ ഭൂമി ഇങ്ങനെയായിരുന്നു. That's the kind of earth God created for Adam. എന്നാൽ ആദാമ്യ പാപത്താൽ ഭൂമി വഷളായി. But because of the sin of Adam, the earth got corrupted. ആ വഷളത്വം ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. And the corruption kept rising. എന്നാൽ ഇതിന്റെ നടുവിൽ ചിലര് കർത്താവിനെ കണ്ടെത്തുകയും അവരാത്മീയമായി ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. And in midst of that, some people will find the Lord and they will walk in spiritual ways. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. Thank the Lord that God gave us a privilege to meet him. കർത്താവിനെ പിൻപറ്റുവാനുള്ള ഭാഗ്യം അവൻ നമുക്ക് നൽകി. Let's thank the Lord that we could follow him. അവന്റെ സമാധാനം അവൻ നമുക്ക് തന്നു. His peace is with us. എന്നാൽ ഒരു വല്ലാത്ത കാലത്തിലേക്ക് നാം വരുന്നു.
we are in a very tough time. ഇന്ന് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ എതിർ ക്രിസ്തുവിന്റെ ഭരണം അടുത്തിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. This is a time where the Antichrist rule is very close. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം 7 വർഷം നീണ്ടു നിൽക്കും. His reign will last for 7 years. ഇതിന്റെ ഒടുവിലത്തെ രംഗത്താണ് ദൈവത്തിന് സ്തോത്രം ഒരു മഹായുദ്ധം ഉണ്ടാകും. At the end of that, there will be a big war. ഈ യുദ്ധത്തിന്റെ പര്യവസാനം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവോടെ ആയിരിക്കും. And that war will end with the coming of the Lord. അങ്ങനെ കർത്താവ് വന്ന് ഭൂമിയിൽ 1000 ആണ്ട് വാഴും. And the Lord will reign for 1000 years. അന്ന് നാം അവനോട് കൂടെ ആയിരിക്കും. And we will be with him at that time. എന്നാൽ 1000 ആണ്ട് കഴിയുമ്പോൾ At the end of the 1000 years, അല്പസമയത്തേക്ക് സാത്താനെ അഴിച്ചുവിടും. God will release the Satan. ഈ അല്പസമയത്തേക്ക് സാത്താനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് സ്തോത്രം ലോകമൊക്കെ പോയി ഒരു വലിയ സമൂഹത്തെ യെരുശലേമിനും കർത്താവിനും എതിരെ യുദ്ധം ചെയ്യുവാൻ കൂട്ടിവരുത്തും. So when he is released, he will gather a lot of people, influence a lot of people to come and have a war against Jerusalem. ദൈവത്തിന് സ്തോത്രം യെരുശലേമിന് നേരെ അവർ അടുത്തു വരുമ്പോൾ ദൈവം തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയും. When they come near Jerusalem, God with his breath will completely destroy them. ഭൂമി മുഴുവൻ അഗ്നിയാൽ ചുട്ട് നശിപ്പിക്കപ്പെടും. The earth will be consumed with fire. അതിനെയാണ് മലാഖി പറഞ്ഞിരിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന്. That's why Malachi says, just like a furnace is burning, a day is coming. അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയായി Every proudful, every bad people will be fallen down that day. വൈക്കോൽ തീ കൊണ്ട് കത്തുന്നത് പോലെ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ കത്തി അവസാനിക്കും. Just like the chaff burns in the fire, the whole earth's surface will burn. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം കർത്താവും തന്റെ ജനവുമായി ഭൂമിയിലേക്ക് കടന്നു വരും. After that, the Lord and his people will come back. ദൈവത്തിന് സ്തോത്രം ആ വരുന്ന അവസരത്തിൽ സകല മനുഷ്യരെയും ഒന്നിച്ച് വിളിക്കും. At that time, he will call the whole world. കായിൻ തുടങ്ങി സകല ദുഷ്ടന്മാരും അന്ന് ഉയർത്ത് എഴുന്നേറ്റ് വരും. Every evil one from Cain all the way till the end will rise up that day. ദൈവത്തിന് സ്തോത്രം അന്ന് ഉയർത്തെഴുന്നേൽക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. There will be no one who won't be resurrected. അവരെല്ലാവരും കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ വെള്ള സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. And they will all come in front of the white throne. എല്ലാവരും ഏകവായോടെ ഏറ്റുപറയും, യേശു കർത്താവ്, രക്ഷിതാവ് യേശുവാണ് കർത്താവ്. And every tongue will have to confess that Jesus Christ is the Lord. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ഏറ്റുപറച്ചിൽ അവർക്ക് രക്ഷയ്ക്ക് മുഖാന്തരമല്ല. But that time, that confession will not save them. രക്ഷിതാവിനെ സ്വീകരിക്കാതിരുന്ന അവർക്ക് ദൈവത്തിന് സ്തോത്രം നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും. These people who did not receive the Lord as their savior while they were alive, they will have to go into eternal fire. ഇതിനെയാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. And this is known as the second death. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ഈ രണ്ടാം മരണത്തിന് ഭയപ്പെടേണ്ടതില്ല. Those who are resurrected in the first go will not go through the second death. നാം ഒന്നാമത്തെ പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുന്നവരാണ്. We are those who are anticipating the first resurrection. നാം ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം നാം ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്തതിന്റെ പ്രതിഫലം പ്രാപിക്കുവാനാണ്. We are going to be rise up to receive the reward for what we did on the earth. നാം പ്രതിഫലം പ്രാപിക്കും മാത്രമല്ല നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. Not only will we get the reward from the Lord, we will spend our eternity with the Lord. നമുക്ക് നിത്യ സന്തോഷമുണ്ടാകും. We will have eternal joy. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. But anyone whose name is not found in the book of life will be thrown in the lake of fire. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും ഈ ജീവപുസ്തകത്തിൽ പേര് ഉണ്ട് എന്ന് ഉറപ്പ് പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവനെ സ്വീകരിക്കൂ.
ആ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കട്ടെ. Revelation chapter 20 verse 15 says, anyone whose name was not found written in the book of life was thrown in the lake of fire. Everyone who is listening to us this morning, if your name is not written in the book of life, the Bible is very clear, you will be thrown into the lake of fire. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I thank God for those whose name is written in the book of life. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയിൽ മരണം ആസ്വദിച്ച കർത്താവ്, The Lord who tasted death on the cross for us. യഹൂദയിലെ സിംഹമായവൻ, The lion of the tribe of Judah. പീലാത്തോസിന്റെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ നിന്നവൻ, The one who was quiet as a lamb in front of Pilate. തന്റെ സൃഷ്ടികളാൽ പീഡിപ്പിക്കപ്പെട്ടവൻ, The one who got persecuted by his own creation. എന്റെയും നിങ്ങളുടെയും പ്രയാസങ്ങളിലും ദുഃഖത്തിലും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, The one who intercedes for us in our troubled times. ഇന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നവൻ, The one who is with us today. ഇന്ന് നമ്മെ നടത്തുന്നവനായ കർത്താവ്, The one who leads us today. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവ്, The one who intercedes for us today. മടങ്ങി വരുവാൻ പോകുന്നു. His coming is very imminent. നാം അവനോടുകൂടെ നിത്യത വാഴുവാൻ പോകുന്നു. We will live with him in eternity. ആ ഭാഗ്യകാലം അടുത്തിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's thank God for that time is very close. അവന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let's prepare ourselves for that. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord bless us with these words. Hallelujah. It's been very clear about the coming of the Lord and what the coming of the Lord is all about. Revelation chapter 20 verse 15 says, anyone whose name was not found written in the book of life was thrown into the lake of fire. Amen. How do you get your name into the book of life? That's when you come to a realization that you are a sinner and on your own you cannot redeem yourself. You need a savior. And when you accept this Jesus, that's when your name is written in the book of life. But that you have to understand one thing. Bible is very careful and clear about it. Be faithful till the end, then you will receive the crown of life. It's interesting and it's good when all your friends receive Christ, you also receive Christ, but that will not guarantee you. It's a walk of faith every day. Many people, especially young people, have this idea that I can do whatever. One day I will fix myself and come back to the Lord. I am telling you, when you have time, if you cannot return to the Lord, when you want to return, your tongue will not be able to say it because your tongue will be chained by devil. Many people think that I can come back to the Lord at my deathbed. You may not get that chance. Today may be your last day. Today may be the last day of your life. If you don't repent and come back to the Lord, there is no guarantee that you will be able to return to the Lord. But there is one guarantee. If your name is in the book of life and you stay faithful till the end, the Lord will honor you. The Lord is faithful to bring you into the eternal life. Hallelujah.